അപ്പം ഇപ്പം അഞ്ജു തന്നെ പങ്കെടുത്ത റിയാലിറ്റി ഷോയുടെ ഏറ്റവും ഇപ്പം അവസാനിച്ച സീസണിനെ കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക വിവാദങ്ങളിലേക്ക് വന്നിരുന്നല്ലോ. അതായത് ഇപ്പം വീണ്ടും റീഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വന്നിരുന്നു. അതായത് പാട്ട് പാടി വെച്ചിട്ട് വീണ്ടും വിഷ്വൽ, അപ്പം അവർ അണിയറ പ്രവർത്തകർ പറയുണ്ടായി വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി അത് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ആ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ കാലത്തിൽ ഒറ്റ ടേക്കേ ഉള്ളൂ. പോയാ പോയി കഴിഞ്ഞു. അപ്പൊ അത് അന്ത സമയത്ത് ഞങ്ങളുടെ സീസണിൽ, എനിക്ക് എന്റെ സീസണിനെ പറ്റിയല്ലേ പറയാൻ പറ്റും. എന്റെ സീസണിൽ ജോബി ജോൺ ആയിരുന്നു വിന്നർ. അപ്പൊ ജോബി ചേട്ടൻ ഇതുപോലെ ഒരു പാട്ട് പുള്ളി സ്റ്റേജിൽ വെച്ചിട്ട്, രണ്ടാമതൊരു ടേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആട്ടോ. പുള്ളി ഒരു പാട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മറന്നു പോകുന്നതോ ചെയ്തു, ലിറിക്സ് മറന്നുപോയി, പിന്നെ പുള്ളി പാടിയില്ല. പുള്ളി എലിമിനേഷനിലൊക്കെ ആയി. അത് ഭയങ്കര മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരാൾക്കും കൂടെ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് ശിഖയ്ക്കാന്ന് തോന്നുന്നു ഞങ്ങളുടെ സീസണിൽ പാട്ട് പറഞ്ഞു. അങ്ങനെയാണ് ശിഖ ഔട്ടായി പോകുന്നത്. കാരണം അങ്ങനെ വരുമ്പോ ഇവർക്ക് മാർക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. SMS ഇതും എല്ലാം കൂടെ അന്നത്തെ വോട്ടിംഗ് ഫോമാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നോക്കിയിട്ടല്ലേ ഈ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ തന്നെ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ഞാനത് എടുത്തു പറയാണ്. വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ഒന്നുകൂടി എടുത്തപ്പോൾ ചെറിയ എന്തോ ഹെയർ മാറോ അങ്ങനെ എന്തോ, അത് ഭയങ്കര കുറച്ചും കൂടെ വിഷ്വലി ഒക്കെ ആൾക്കാർ നോക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ പാടുന്നത് ഒരു പ്രാവശ്യം തന്നെയല്ലേ? പാടുന്നത് ഒരു പ്രാവശ്യം തന്നെ പാടുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി രണ്ടാമതൊരു എടുപ്പൊന്നും ഇല്ല. അന്ന് തിരുത്തി തന്നതിൽ അഞ്ജു ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? കാരണം ഇപ്പൊ പറഞ്ഞല്ലോ 9 പ്രാവശ്യം എലിമിനേഷൻ വന്ന ആളായത്. എന്തായിരിക്കും? എനിക്കൊരു രീതി ഉണ്ടായിരുന്നു ഞാൻ പാടുന്നതില്. എന്റെ പാട്ടിൽ എപ്പോഴും ഒരു പിണക്കം ഫീൽ ചെയ്യുമായിരുന്നു. ഇമോഷണലി ഒരു പിണക്കം ഫീൽ ചെയ്യുമായിരുന്നു. അത് ഞാൻ എന്തോ ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്നതിന്റെ പ്രശ്നമായിരുന്നു. അത് ചിത്ര ചേച്ചിയെ തിരുത്തി തന്നത്. അതൊരു മേജർ ചേഞ്ച് ആയിരുന്നു വരുത്തിയത്. പക്ഷെ അത് അന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്കിത് എങ്ങനെ തിരുത്തേണ്ടതെന്ന് അറിയില്ല. ചേച്ചി പലതും പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വർക്കൗട്ടായില്ല, ചെയ്തൊന്നും നോക്കിയിട്ട് വർക്കൗട്ടായില്ല. പിന്നെ ഒരു പ്രോപ്പർ വോക്കൽ ട്രെയിനറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയും ഈ സെയിം പ്രശ്നം പറഞ്ഞു. പുള്ളി പറഞ്ഞത് അഞ്ജുവിൻ്റെ വായിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അതിനുള്ള എക്സസൈസും കാര്യങ്ങളും തന്നിട്ട് പ്രോപ്പറായിട്ട് വവൽസും ഇതും എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഗോട്ട് ബെറ്റർ. സോ ആക്ച്വലി ഒരു മേജർ അത് കണ്ടുപിടിച്ച ചിത്ര